നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക് 1.72 കോടി രൂപ സേവനം നൽകാതെ കൈപ്പറ്റിയതിന് തെളിവുണ്ടെന്ന് ആദ്യമായി SFIO കോടതിയിൽ. അന്വേഷണം റദ്ദാക്കണമെന്ന വീണ വിജയന്റെ ഹർജി പരിഗണിക്കവെയാണ് SFIOയുടെ വെളിപ്പെടുത്തൽ. CMRൽ 135 കോടിയുടെ ഇടപാടിലെ ദുരൂഹതയും അന്വേഷിക്കുന്നു. തൽക്കാലം നോട്ടീസേ ഉള്ളൂ, അറസ്റ്റില്ലെന്ന് കർണാടക ഹൈക്കോടതിയിൽ SFIO. കടുത്ത നടപടികളിലേക്ക് വിധി വരും വരെ പോകരുതെന്ന് കോടതി നിർദ്ദേശിച്ചെങ്കിലും അന്വേഷണം തുടരാൻ ഇത് തടസ്സമല്ല. ആവശ്യപ്പെട്ട രേഖകൾ SFIOയ്ക്ക് എക്സാലോജിക് നൽകണം. സഹാറ ഇടപാട് പോലെ തീവ്രതയുള്ളതല്ലെന്നും UAPA പോലെ SFIO കൈകാര്യം ചെയ്യുന്നുവെന്നുമുള്ള വീണയുടെ വാദം കോടതി അംഗീകരിക്കുമോ? നിർണായക ഘട്ടത്തിലൂടെ കേസ് കടന്നു പോകുമ്പോൾ നിയമസഭയിൽ പോലും ആരോപണം ഉന്നയിക്കുന്നത് തടസ്സപ്പെടുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. വീണയെ രക്ഷിക്കാൻ സർക്കാരിന് കഴിയുമോ? പ്രൈം ഡിബേറ്റിൽ CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, പ്രോപ്പർ ചാനലിന്റെ പ്രതിനിധി ശ്രീ MK ഹരിദാസ്, വലത് സഹയാത്രികൻ ശ്രീ ഷാബു പ്രസാദ് എന്നിവർ ചേരുകയാണ്. ഒപ്പം പരാതി നൽകിയ ഷോൺ ജോർജ് ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കും. ആദ്യം കർണാടക ഹൈക്കോടതിയിലെ നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, അതിനിർണായകമായ ഒരു ദിവസമായിരുന്നുവല്ലോ ഇന്ന് വീണ വിജയന്. SFIOയുടെ അന്വേഷണം റദ്ദാക്കണമെന്നായിരുന്നു എക്സാലോജിക്കിന്റെ ഹർജി. പക്ഷേ ഇന്ന് കോടതിയിൽ നിന്ന് യഥാർത്ഥത്തിൽ ഒരു തിരിച്ചടിയല്ലേ വീണ വിജയൻ ഉണ്ടായിരിക്കുന്നത്? അന്വേഷണം തുടരാമെന്ന് തന്നെയല്ലേ കോടതി പറഞ്ഞിരിക്കുന്നത്? അറസ്റ്റ് പക്ഷേ ഉണ്ടാകാൻ പാടില്ല. വിജയന്റെ നേതൃത്വത്തിലുള്ള അവർ നേതൃത്വം നൽകുന്ന എക്സാലോജിക് കമ്പനിയുടെ പ്രധാനപ്പെട്ട ആവശ്യം രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ SFIOയും ഈ കേസിൽ അന്വേഷണമായി കടന്നു വരുന്ന സാഹചര്യം അത് അംഗീകരിക്കാനാവില്ല എന്ന വാദമായിരുന്നു പ്രതിഭാഗം പ്രധാനമായി ഉന്നയിച്ചത്. പക്ഷേ അവിടെ കൃത്യമായി കോടതിയുടെ ഭാഗത്തു നിന്ന് വിലയിരുത്തലുണ്ടായിരിക്കുന്നു. അന്വേഷണം യാതൊരു വിധത്തിലും തടസ്സപ്പെടാൻ പാടില്ല. പക്ഷേ കടുത്ത നടപടികളിലേക്ക്, അതായത് അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കാൻ പാടില്ല. ഇതിന്മേലുള്ള അന്തിമ വിധി വരുന്നതുവരെ, ഈ ഹർജിയിൽ അന്തിമ വിധി വരുന്നതുവരെ കടുത്ത നടപടികൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ജസ്റ്റിസ് നാഗപ്രസന്ന വാക്കാൽ ഉത്തരവിട്ടിരിക്കുന്നത്. പ്രധാനമായി അന്വേഷണവുമായി സഹകരിക്കണമെന്നും ഇതിനാവശ്യമായി എക്സാലോജിക്കിന്റെ ഭാഗത്ത് ആവശ്യമായ മുഴുവൻ രേഖകളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ അഥവാ SFIOയ്ക്ക് മുമ്പിൽ ഹാജരാക്കണമെന്നുമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട നിരീക്ഷണം. എന്തായാലും ഈ ഹർജി താൽക്കാലികമായി അന്വേഷണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വീണ വിജയന് വേണ്ടി ഈ ഹർജി കർണാടക ഹൈക്കോടതിയിൽ നൽകിയത്. പക്ഷേ അതിൽ താൽക്കാലികമായി എങ്കിലും ഒരു തിരിച്ചടി നേരിട്ടിരിക്കുന്നു ഈ ഘട്ടത്തിൽ എന്ന് വേണം നമുക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ SFIOയ്ക്ക് രേഖകൾ നൽകുവാനായിട്ട് എക്സാലോജിക് തയ്യാറായിരുന്നില്ലല്ലോ. അതുകൊണ്ടാണല്ലോ അന്വേഷണം തന്നെ റദ്ദാക്കണം, അന്വേഷണം നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹർജിയുമായി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചതും. ഇനി പക്ഷേ ഈ രേഖകൾ നൽകാതെ രക്ഷയില്ല എന്നല്ലേ കർണാടക ഹൈക്കോടതിയുടെ ഇന്നത്തെ വാക്കാലുള്ള ഈ നിർദ്ദേശത്തിൽ പ്രതിഫലിക്കുന്നത്? മഞ്ജുഷ്, SFIOയുടെ അന്വേഷണം സാധാരണഗതിയിൽ നടക്കുന്നത് ഗുരുതരമായ അല്ലെങ്കിൽ ശതകോടികളുടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, ക്രമക്കേടുകൾ നടന്നിട്ടുള്ള കേസുകളാണ്. അത്തരമൊരു ഏജൻസിയെ കൊണ്ട് എന്തിനാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം നിലവിൽ പുരോഗമിക്കുന്ന എക്സാലോജിക്കിനെതിരെ വീണ്ടും അത്തരമൊരു ഗൗരവതരമായ കേസുകൾ അന്വേഷിക്കുന്ന SFIOയെ എന്തിന് അന്വേഷണത്തിനായി അവിടേക്ക് എത്തിച്ചു എന്ന പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു പ്രധാനമായും എക്സാലോജിക്കിന് വേണ്ടി. ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ പരാതിക്കാരനായ ഷോൺ ജോർജ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഷോൺ ജോർജ്, കർണാടക ഹൈക്കോടതിയുടെ ഇന്നത്തെ നിർദ്ദേശം അത് താങ്കളൊന്ന് വിശദീകരിക്കാമോ? ഞാൻ മാധ്യമങ്ങളിൽ നിന്നും എനിക്ക് ലഭിച്ച വിവരമേ എനിക്കുള്ളൂ. എങ്കിൽ പോലും അന്വേഷണവുമായി സഹകരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ഇന്ന് എക്സാലോജിക്കിന് കൊടുത്തിട്ടുള്ളത്. കടുത്ത നടപടിയിലേക്ക് പോകുമോ എന്നൊരു ചോദ്യം കോടതി ആരാഞ്ഞു. കാരണം അത് പരാതിക്കാരിയുടെ ആവലാതിയും അത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അറസ്റ്റിലേക്ക്, ജാമ്യമില്ലാത്ത രീതിയിൽ അറസ്റ്റിലേക്ക് പോകുമെന്നുള്ള ഭയപ്പാട് എക്സാലോജിക്ക് അല്ലെങ്കിൽ എക്സാലോജിക്കിന്റെ ഡയറക്ടറായ വീണ ഇന്ന് അവിടെ പ്രകടിപ്പിച്ചു. അപ്പൊ ആ ചോദ്യത്തിൽ അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഒരു അന്വേഷണ ഏജൻസിക്ക് ഒരാളെ അറസ്റ്റ് ചെയ്യും എന്നെങ്ങനെ പറയാൻ കഴിയും? അപ്പോ ഉത്തരവ് വരുന്നവരെ, കോടതിയുടെ ഉത്തരവിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുകയാണ്. ആ ഉത്തരവ് വരുന്നവരെ കടുത്ത നടപടികൾ പാടില്ല. എന്നാൽ തന്നെയും
അന്വേഷണ ഏജൻസി എന്ന നിലയിൽ SFIO ചോദിക്കുന്ന മുഴുവൻ ഡോക്യുമെന്റ്സും കൊടുത്തിരിക്കണം എന്ന് തന്നെയാണ് ഉത്തരവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷോൺ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വാദത്തിനിടെ ഒരു പ്രധാന കാര്യം അഡ്വക്കേറ്റ് ദത്താർ പറഞ്ഞിരുന്നുവല്ലോ. അദ്ദേഹമാണല്ലോ എക്സാലോജിക്കിന് വേണ്ടി ഹാജരായത്. അദ്ദേഹം പറഞ്ഞ ന്യായം എന്ന് പറയുന്നത് SFIO അന്വേഷിക്കേണ്ട രീതിയിലുള്ള തീവ്രത ഈ കേസിനില്ല എന്നല്ലേ. അതായത് ഈ സഹാറ ഇടപാടുകൾ പോലെയുള്ള വലിയ കേസുകൾ അന്വേഷിക്കേണ്ട ഏജൻസിയാണ് SFIO. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള ക്രമക്കേട് അല്ല, അങ്ങനെ നടന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ അതിന് മറുപടിയായിട്ട് കേന്ദ്രം നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് ഈ 135 കോടിയുടെ ക്രമക്കേട് നടന്നു, അത് CMRLന്റെ ഭാഗത്തു നിന്നാണ്. മാത്രമല്ല CMRLന്റെ ഇടപാടുകളിൽ പലതിലും ദുരൂഹതയുണ്ട് എന്ന്. അത് പര്യാപ്തമാണോ? അതിനെക്കുറിച്ച് താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? രണ്ട് കാര്യം, അതിന് ഉത്തരം രണ്ടാണ്. ഒന്ന്, സഹാറ പോലെയുള്ള ഒരു വലിയ ഇടപാടല്ല എന്ന് ആരാണ് പറയുന്നത്? തോട്ടപ്പള്ളി സ്പിൽവേയുമായി ബന്ധപ്പെട്ട് അവിടെ സമരം 1000 ദിവസം തികയാണ് ഈ മാർച്ച് 3-ാം തീയതി, മാർച്ച് 5-ാം തീയതി. അപ്പോ 10-15 വർഷങ്ങളായി ആ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും വാരിക്കൊണ്ടുപോയ ഇലുമിനേറ്റിന്റെ വാല്യൂ 40,000 കോടി രൂപയിലധികമാണ്. ഇനി അത് മാറ്റിവെച്ചോളൂ. ഇപ്പോ ഇവര് പറയുന്നത് ഇത് വളരെ നിസ്സാരമായ 1,72,00,000 രൂപ മാത്രമുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ 2019 വരെയുള്ള കണക്കാണിത്. അതിനുശേഷം 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ 5 വർഷത്തിനിടയിൽ ഈ 2023 എന്റെ റിട്ട് കൊടുത്തതിന് ശേഷം 2023 ഡിസംബർ മാസം 18-ാം തീയതി വരെ അനധികൃത ഖനനം അവിടെ നടന്നിട്ടുണ്ട്. ഡിസംബർ മാസം 18-ാം തീയതിയും ഡിസംബർ മാസം 27-ാം തീയതി ഇറങ്ങിയ 2 ജിയോ ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചതിന് ശേഷം അപകടമാണെന്ന് മനസ്സിലാക്കി ഇറക്കിയ 2 ജിയോയിലൂടെയാണ് അവിടെ ഖനനം നിർത്തിയത്. അപ്പൊ ഈ കാലഘട്ടത്തിലെല്ലാം നടത്തിക്കൊണ്ട് നിന്ന ഖനനത്തിന്റെ വാല്യൂ വന്നാൽ സഹാറ പിണറായിയുടെ മുമ്പിൽ ഒന്നുമല്ല എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി, ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലാണല്ലോ ഇവിടെ വാദം നടക്കുന്നത്. ഒന്ന്, ഒരന്വേഷണം നടക്കുകയായിരുന്നു കമ്പനീസ് ആക്ട് 210 അനുസരിച്ച്. അപ്പോൾ പൊടുന്നനെ SFIO അന്വേഷണം സെക്ഷൻ 212 അനുസരിച്ച് എങ്ങനെ നടത്തും? ഇതാണല്ലോ അരവിന്ദ് പി ദത്താർ ആവർത്തിച്ച് കോടതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല, ഈ രണ്ടാമത്തെ അന്വേഷണമായ SFIOയുടെ അന്വേഷണം അത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നും അരവിന്ദ് പി ദത്താർ വാദിക്കുകയാണ് എക്സാലോജിക്കിനും വീണ വിജയനുമായി വേണ്ടി കർണാടക ഹൈക്കോടതിയിൽ. ഈ ഒരു നിയമപ്രശ്നത്തിലാണല്ലോ കർണാടക ഹൈക്കോടതി ഒരു തീരുമാനം എടുക്കേണ്ടത്. താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അത് ഇന്നത്തെ ഈ വാദത്തിൽ പ്രതിഫലിക്കുന്നത് അന്വേഷണത്തിന് തടസ്സം കോടതി നിൽക്കില്ല എന്ന് തന്നെയാണോ? ഈ 210 അനുസരിച്ചുള്ള കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കൃത്യമായി കമന്റ് ചെയ്തിരുന്നു. വാട്ട് ഈസ് 210 കമ്പനികളെ അദ്ദേഹം വന്ന് കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് കമ്പനിയെ പേടിപ്പിക്കാനുള്ള ഒരു സെക്ഷനാണ്, അല്ലെങ്കിൽ ഒരു എൻക്വയറിയാണ്. കമ്പനികളുടെ പരിധിക്കുള്ളിൽ ആ 210 എൻക്വയറി തന്നെ പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി ഉണ്ട്. ആർക്ക്? CMRL-ന്. എക്സാലോജിക്കിനും KSIDCക്കും ഇല്ല, പക്ഷെ CMRL-ന് പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി ഉണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ നിന്നും ഈ സാധാരണക്കാരനെയും പാവപ്പെട്ടവന്റെയും ഈ നാടിന്റെയും സ്വത്ത് കൊള്ള ചെയ്ത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും ഇവിടുത്തെ ട്രേഡ് യൂണിയനുകളും ഒക്കെ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പണം എവിടെ പോയെന്ന് അന്വേഷിക്കണ്ടേ? അത് അന്വേഷിക്കണമെങ്കിൽ 210 അനുസരിച്ചുള്ള എൻക്വയറി പറ്റില്ല, 212 വേണം. അതാണ് എന്റെ ആവശ്യം. അതാണ് കോടതി അംഗീകരിച്ചതും അല്ലെങ്കിൽ ഇപ്പൊ മിനിസ്ട്രി അംഗീകരിച്ചതും ഇപ്പൊ ഓർഡർ അനുസരിച്ച് അന്വേഷണം നടക്കുന്നതും. ഒരു കാരണവശാലും അവർ പറയുന്ന ആ വാദം നിലനിൽക്കില്ല. അങ്ങനെയാണ് താങ്കൾ ആത്മവിശ്വാസത്തിലാണ് ഇതേപോലെ തന്നെ അന്വേഷണം മുന്നോട്ട് പോകും? ഇവിടെ ഒറ്റ കാര്യത്തിൽ മാത്രം ഒരു കോടതിയുടെ ഒരു വാക്കാൽ നിർദ്ദേശം വന്നിട്ടുണ്ട്, അറസ്റ്റ് ഉണ്ടാകരുത്. അതായത് കടുത്ത നടപടികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ചോദ്യം ചെയ്യലും അറസ്റ്റും ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അത് മാത്രമല്ല SFIO കോടതിയിൽ പറയുകയുണ്ടായി, കോടതി ഒരു വട്ടം ചോദിച്ചിരുന്നു SFIOയോട് ഇന്ന് കർണാടക ഹൈക്കോടതി അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമുണ്ടോ എന്ന്. അപ്പോൾ SFIOയുടെ അഭിഭാഷകൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് തൽക്കാലം നോട്ടീസ് മാത്രമേ അയച്ചിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ അറസ്റ്റ് തൽക്കാലം ഉദ്ദേശിച്ചിട്ടുമില്ല SFIO എന്ന് തന്നെയല്ലേ? അപ്പോൾ ഒരു തിരിച്ചടി എന്തായാലും SFIO കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടില്ലല്ലോ. SFIOക്ക് എവിടെയും ഇത് ഒരു അന്വേഷണത്തിന്റെ പ്രാരംഭ സ്റ്റേജിൽ ഒരു കോടതി ഇതിലും മാന്യമായിട്ട് എങ്ങനെയാണ് അന്വേഷണ ഏജൻസിയോട് ഇടപെടുക? അന്വേഷണ ഏജൻസി ഈ നാളെ മുതൽ അന്വേഷണത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഏതെങ്കിലും ഡോക്യുമെന്റ്സ് പിടിച്ചെടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? റെയ്ഡ് നടത്തുന്നതിന് കുഴപ്പമുണ്ടോ? ആകെ പറഞ്ഞിട്ടുള്ള അറസ്റ്റ് എന്നല്ലേ ഉള്ളൂ. മാത്രമല്ല ഒരു സ്ത്രീയല്ലേ അവര്. അപ്പോ അവർക്ക് ആ നിയമത്തിന്റെ പരിരക്ഷ എന്തൊക്കെ കിട്ടുമോ അതെല്ലാം കിട്ടണം. എനിക്ക് അതിനകത്ത് ഒരു ആക്ഷേപമില്ല. അവരെ നാളെ രാവിലെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ഈ അന്വേഷണം നടത്തി കുറ്റക്കാരാണെങ്കിൽ നടപടി സ്വീകരിക്കണം.
ഒരു കാര്യം നടക്കട്ടെ. ആ അന്വേഷണത്തിൽ എന്തിനാണ് അവർക്ക് ആകുലത? ശരിയാണ്. ഒരു കാര്യം കൂടി ഷോൺ, 3 കേസുകളാണല്ലോ ഒരേ സമയം നടക്കുന്നത്. KSIDC ഉണ്ട്, അഡ്വക്കേറ്റ് വൈദ്യനാഥനാണ് KSIDCക്ക് വേണ്ടി ഹാജരാകുന്നത്. ഇന്ന് ഹൈക്കോടതിയിൽ ആ കേസ് എടുത്തിരുന്നുവല്ലോ, കർണാടക ഹൈക്കോടതിയിൽ കേസ്. പിന്നെ താങ്കളുടെ ആ SFIO അന്വേഷണത്തിന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള താങ്കളുടെ ആ പഴയ ഹർജി, ആ രണ്ട് കേസും 26-ാം തീയതി തന്നെ പോസ്റ്റ് ചെയ്തു. KSIDC ഇത്രയും വലിയൊരു നഷ്ടം KSIDCക്ക് ഉണ്ടായിട്ട് KSID അതിന്മേൽ എന്തു നടപടി സ്വീകരിച്ചു എന്നുള്ള ചോദ്യമാണ് ഇന്ന് പ്രധാനമായിട്ടും കേരള ഹൈക്കോടതി ഉന്നയിച്ചത്. അപ്പൊ അതിന് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എക്സ്പ്ലനേഷൻ ചോദിച്ചതിന്റെ റെക്കോർഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം റെക്കോർഡ്സ് എക്സിബിറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. അപ്പം അത് ഉണ്ടാകും എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഞാൻ അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു ഡോക്യുമെന്റ് ഇല്ല. പിന്നെ ആകെപ്പാടെ അവർ ആധാരമായി കാണിച്ചത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പത്ര കട്ടിങ്, ഇങ്ങനെ ഒരു വിശദീകരണം KSIDC CMRനോട് വിശദീകരണം ചോദിച്ചു എന്ന് പറഞ്ഞ് KSIDCയുടെ MD കൊടുത്ത ഒരു വിശദീകരണം ഒരു പത്ര കട്ടിങ്ങായി മാത്രമുണ്ട്. അല്ലാതെ ഒരു രേഖകളിലും ഇന്ന് വരെയും KSIDC CMRന് ഒരു കത്ത് കൊടുത്തതായിട്ട് കാണാൻ കഴിയുന്നില്ല. KSIDC ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അങ്ങനെയാണോ? ഞാൻ ഒരു കാര്യം കൂടി, ഞങ്ങളുടെ ആരും പണം വാങ്ങിയിട്ടില്ല എന്ന്, അങ്ങനെ ഒരു നിലപാട് വന്നിട്ടുണ്ടോ KSIDCയുടെ ഭാഗത്തു നിന്ന്? ഞാൻ അധികം ഒന്നും പറയുന്നില്ല. ഞാൻ 3 പേരുകൾ പറയാം. നിങ്ങൾ അന്വേഷിച്ചു. 3 പേരുകൾ ഞാനിപ്പോ നിങ്ങളോട് പറയാം. അവരൊക്കെ ആരാണ്, അവരൊക്കെ എവിടെയാണ്, എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തു, ഇതൊക്കെ നിങ്ങളൊന്ന് ചുമ്മാ അന്വേഷിച്ചു. ഒരു KSIDCയില് അച്യുത ജനാർദ്ദന പൈ, തട്ടാരപ്പള്ളി തോമസ് കുട്ടി, രവിചന്ദ്രൻ, ഇവരൊക്കെ KSIDCയുടെ പ്രതിനിധികളായിട്ട് CMRയിൽ ഡയറക്ടർ ബോർഡിൽ നോമിനി ഡയറക്ടേഴ്സായിട്ട് ഇരുന്നവരാണ്. ഇവരൊക്കെ ആരാണ്, എന്തൊക്കെയാണ്, അവരുടെയൊക്കെ ഇപ്പോഴത്തെ ബിസിനസ് എന്താണെന്നൊക്കെ ചുമ്മാ ഒന്ന് അന്വേഷിച്ചു. ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇവരെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി മാത്രമല്ല വൈദ്യനാഥനെ കൊണ്ടുവന്നിരിക്കുന്നത് ഹൈക്കോടതിയിൽ. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അടിസ്ഥാനപരമായി രേഖകളില്ലാതെ ആരോപണം ഉന്നയിക്കുന്ന രാഷ്ട്രീയക്കാരനല്ല ഞാൻ. എനിക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങൾ ആരുടെ മുമ്പിലും ഞാൻ പറയാറില്ല. എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ ആദ്യം ഞാൻ ഹൈക്കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കും. അതിനുശേഷമേ ഞാനത് ഇപ്പോൾ നിങ്ങളോട് പോലും പറയാറുള്ളൂ. ഞാൻ പറഞ്ഞത് KSIDC ഇന്ന് ഉന്നയിച്ച ഇന്ന് പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ KSIDC ഒന്നും അറിഞ്ഞിട്ടില്ല, പാവം. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച കേരളത്തിലെ ഏറ്റവും വലിയ കൊള്ളസങ്കേതമാണ് KSIDC. അല്ല, KSIDCയിലെ ഈ പറഞ്ഞ 3 പേരുകാരുണ്ടല്ലോ, അവർക്ക് വേണ്ടി ആയിരിക്കില്ലല്ലോ, അവർക്ക് വേണ്ടി മാത്രമായിരിക്കുമല്ലോ ഈ ഇടപാടുകൾ വിരൽ ചൂണ്ടുന്ന ഒരൊറ്റയാളിലേക്കായിരിക്കുമല്ലോ ശ്രീ ഷോൺ ജോർജ്. അതാണല്ലോ കർണാടക ഹൈക്കോടതിയിൽ ആ ഇടപാടിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി കർണാടക ഹൈക്കോടതിയിൽ അത് പറയാൻ ഷോൺ ജോർജ് ആളല്ല. അത് അന്വേഷണത്തിലൂടെ വരേണ്ടതാണ്. ഒരു കാര്യം കൃത്യമായി പറയാം, ഈ KSIDC എന്ന് പറഞ്ഞ് KSIDCയുടെ നോമിനി ഡയറക്ടേഴ്സ് ആയിട്ടിരുന്ന ഈ 3 ആളുകൾക്കും CMR എന്ന് പറഞ്ഞ കമ്പനിയുമായി അവിഹിത ബന്ധമുണ്ട്. ശരി, നന്ദി ശ്രീ ഷോൺ ജോർജ്. എന്തായാലും SFIയുടെ അന്വേഷണത്തിന് തൽക്കാലം തടസ്സമില്ല. കർണാടക ഹൈക്കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടില്ല. കർണാടക ഹൈക്കോടതി വ്യക്തമാക്കിയത് അറസ്റ്റ് പോലെയുള്ള കടുത്ത നടപടികളിലേക്ക് പോകരുത്. കാരണം എക്സാലോജിക്ക് നൽകിയ ഹർജിയിൽ വിധി വരാനുണ്ട്. വിധി പറയാൻ വേണ്ടി കർണാടക ഹൈക്കോടതി മാറ്റിയിരിക്കുകയാണ്. അതുവരെ കടുത്ത നടപടികളിലേക്ക് പോകരുത് എന്ന് SFIക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ എക്സാലോജി കമ്പനി SFIO ആവശ്യപ്പെട്ട രേഖകൾ നൽകണം, അന്വേഷണവുമായി സഹകരിക്കണമെന്നും കർണാടക ഹൈക്കോടതി വാക്കാൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ ഷാബു പ്രസാദ്, ശ്രീ MK ഹരിദാസ്, അഡ്വക്കേറ്റ് BN ഹസ്കർ എന്നിവർ ചേരുകയാണ്. ആദ്യം അഡ്വക്കേറ്റ് MK ഹരിദാസ്, ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്. പക്ഷേ ഇവിടെ കർണാടക ഹൈക്കോടതിയിലേക്ക് ഉറ്റുനോക്കിയിരുന്നു ഇന്ന് എന്താണ് ഹൈക്കോടതി പറയാൻ പോകുന്നത് എന്ന്. പക്ഷേ SFIOയ്ക്ക് ഗുണകരമായ നിർദ്ദേശങ്ങൾ തന്നെ ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആദ്യമായിട്ടൊരു കാര്യം കേന്ദ്ര ഏജൻസി പറഞ്ഞു കോടതിയിൽ, ഒരു റിപ്പോർട്ട് രൂപത്തിൽ കൊടുത്തിട്ടില്ല എങ്കിലും അഭിഭാഷകൻ പറയുകയുണ്ടായി 1.72 കോടി രൂപ എക്സാലോജി കമ്പനി വാങ്ങിയത് സേവനം നൽകാതെയാണെന്ന്. അതുതന്നെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ ഉത്തരവ് തുടക്കം മുതൽ ചർച്ച ചെയ്തു വന്ന കാര്യങ്ങൾ സാധൂകരിക്കുന്ന ഒന്ന് തന്നെയല്ലേ? നോക്കൂ മഞ്ജുഷ്, ഒന്നാമത് താങ്കൾ എന്നെ അസ്കറിലേക്ക് പോകേണ്ടതിന് പകരം എന്നെ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞു. ഞാൻ അഭിഭാഷകനല്ല.
അത് പോട്ടെ, അത് സാരമില്ല. അല്ല, പ്രേക്ഷകർക്ക് ഇത് എന്നെ അറിയുന്ന ആൾക്കാർ വിചാരിക്കും ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ വിചാരിക്കും ഞാൻ അഭിഭാഷകൻ എന്നാണ് മഞ്ജുഷിനെയൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത്. ഈ നമ്മുടെ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് ഇത്തരത്തിലൊരു കാര്യം കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ മഞ്ജുഷ് ഈ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് മഞ്ജുഷ് എന്ന് പറയുന്ന പത്രപ്രവർത്തകനാണ് ഈ എക്സാലോജിക് എന്ന് പറയുന്ന വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഇതിൻ്റെ സത്യം എങ്ങനെയെങ്കിലും പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന അപൂർവം പത്രപ്രവർത്തകരിൽ ഒരാളാണ് താങ്കൾ. അപ്പോൾ നമ്മൾ ഈ വിഷയമൊന്നും ചർച്ച ചെയ്യില്ലായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൽ ഇങ്ങനത്തെ ഒരു പരാമർശം അവരുടെ ഒരു വിധിയിൽ വന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്യേണ്ടി വന്നത്. ഇത്തരത്തിൽ നമ്മളറിയാതെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരുടെ മക്കളും രാഷ്ട്രീയക്കാരുടെ ബന്ധുക്കളും നമ്മുടെ കേരളത്തെ മൊത്തത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിപ്പോൾ നോക്കൂ, ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ മറയാക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ഇനിയും പുറത്തു വരാനിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവർ നടത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കരാറുകാരെയൊക്കെ മറയാക്കിക്കൊണ്ട് എത്ര കോടി രൂപയുടെ എത്ര തട്ടിപ്പുകൾ കേരളത്തിൽ നടന്നു എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കില്ല. ഇത് വളരെ കോയിൻസിഡൻസ് ആയിട്ട് വളരെ യാദൃശ്ചികമായിട്ട് നമ്മുടെ മുമ്പിൽ വന്നൊരു വിവരമായതുകൊണ്ട് നമ്മൾ ഈ വിഷയം വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്തു. ഇതിൻ്റെ ഇത്രയെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നു. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും ശ്രീ മഞ്ജുഷ്, ഞാനൊരു കാര്യം പറയുകയാണ്. ഈ SFIO അന്വേഷിച്ച കേസുകളിൽ ഞാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരുപാട് പൊതുപ്രവർത്തകരുമായിട്ട് സംസാരിച്ചതിൻ്റെ പേരിൽ പറയുകയാണ്, SFIO അന്വേഷിച്ച കേസുകളിലൊന്നും ഇതുവരെ ആരും ജയിൽ ശിക്ഷയൊന്നും ഇന്ത്യയിൽ അനുഭവിക്കുന്നതായിട്ടൊന്നുമില്ല. കാരണം 2 ദിവസം മുമ്പ് ഒരു ചാനൽ ചർച്ചയിൽ ഒരു BJPയുടെ ആൾ പറഞ്ഞു, സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെ ആൾ, ഇപ്പോൾ താങ്കൾ ഇവിടെ പറഞ്ഞു സഹാറയുടെ, ഇവരൊന്നും ജയിലിലായിരിക്കുന്നത് ഈ SFIOയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയിട്ടുള്ള വിഷയങ്ങളുമായിട്ടല്ല. SFI അന്വേഷിക്കുന്ന കേസുകളൊക്കെ തന്നെ ഒരു വിധത്തിൽ അത് പിഴയടച്ചുകൊണ്ട് ഊരാനുള്ള എല്ലാ പഴുതുകളും ഈ SFIOയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ട് എന്നുള്ളൊരു വസ്തുത താങ്കൾ മനസ്സിലാക്കണം. അപ്പോൾ എന്നെപ്പോലെ ഉത്കണ്ഠപ്പെടുന്നൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്കും ഇവിടെ പങ്കെടുക്കുന്ന ശ്രീ ഷാബു പ്രസാദിനെയൊക്കെ ചൂണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, എനിക്ക് ഇതൊരു 10 വർഷം കഴിഞ്ഞു കഴിഞ്ഞാലും വീണ വിജയന് നേരെ ചെറുവിരൽ ചൂണ്ടാൻ ഇന്നത്തെ ഈ അന്വേഷണം CBI അന്വേഷണത്തിന് വരെ ഉത്തരവിടാമായിരുന്നു, അതുണ്ടായില്ല. ഞാൻ അതിലേക്കാണ് വരുന്നത്. CBI അന്വേഷണം നടക്കേണ്ട ഒരു സംഗതിയാണ് ഇവിടെ SFIO അന്വേഷിക്കുന്നത്. അപ്പോൾ CBIയുടെ പരിധിയിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ വിജയൻ ഈ കേസിൽ ശിക്ഷിക്കപ്പെടുമെന്നുള്ളത് ഇവിടുത്തെ എല്ലാ വിഭാഗം നീതിന്യായ വ്യവഹാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അഭിഭാഷകർക്കും അറിയാവുന്നതാണ്. എന്തുകൊണ്ട് അന്വേഷണം വന്നില്ല? മഞ്ജുഷേ, നാടൻ ചൊല്ലുണ്ട്, എന്ത് കക്കാൻ അറിയുന്നവന് നിൽക്കാൻ അറിയാം. ഭംഗിയായിട്ട് ഇത്തരത്തിൽ 1,72,00,000 രൂപ ഒരു നൽകാത്ത സേവനത്തിന് വാങ്ങുന്ന ഒരു വ്യക്തി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവിധ പഴുതുകളും അടച്ചുകൊണ്ടായിരിക്കും അത് വാങ്ങിയിരിക്കുന്നത്. ഒരു മുതലക്കുട്ടികൾ ഈ ലോകത്തിൽ നീന്താൻ പഠിപ്പിച്ചിട്ടില്ല. അവ ജനിച്ചു വീഴുമ്പോൾ തന്നെ അവ നീന്തിക്കൊണ്ടാണ് കരയ്ക്ക് കയറുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു നമ്മുടെ നാട്ടിലത്തെ ഒരു സിസ്റ്റം പ്രകാരം വീണ വിജയൻ ഈ കമ്പനി തുടങ്ങിയത് തന്നെ അത് പൂട്ടാനാണെന്നുള്ള കാര്യം വളരെ വ്യക്തമല്ലേ? അതിൻ്റെ കാലാവധിയും അവിടെ നടന്നിട്ടുള്ള അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഇപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒന്ന് കൂട്ടി വായിച്ചു നോക്കൂ. അത് പൂട്ടാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ഒരു കമ്പനി തുടങ്ങുമ്പോൾ അതിൻ്റെ ഭാവിയെ ഉദ്ദേശിച്ചിട്ട് അതിൻ്റെ വരാൻ പോകുന്ന ടേൺ ഓവറുകളെ ഉദ്ദേശിച്ചിട്ടൊക്കെ നടത്തുന്ന കമ്പനികളുടെ ഒരു ബാലൻസ് ഷീറ്റ് അല്ല അതിൽ. 67 ലക്ഷം രൂപ വീണ വിജയൻ അതിലേക്ക് കൊണ്ടുവന്നിറക്കുന്നു. 72 ലക്ഷം രൂപ ശമ്പളമായിട്ട് നൽകുന്നു. ആർക്ക് ശമ്പളം നൽകി? എന്തിന് ശമ്പളം നൽകി? അപ്പോൾ കുറേ പണം ഇത്തരത്തിലൊരു സ്ഥാപനത്തിലേക്ക് വരണം, കുറേ പണം അത് വെളുപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി തുടങ്ങിയ ഒരു കമ്പനിയുടെ പേരിലുള്ള ഇത്തരമൊരു സംഭവത്തിൽ, ഇത്തരമൊരു തട്ടിപ്പിൻ്റെ വിഷയത്തിൽ കേരളത്തിലെ വലിയൊരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും അറിയാം ഇത് നടന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ശ്രീ അസ്കർ വിശദീകരിക്കാൻ പോകുന്നത്, അസ്കറിൻ്റെ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ടായിരിക്കും അസ്കറിന് ഇതിനൊരു വിശദീകരണം നൽകാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം ഈ 1,72,00,000 രൂപ വീണ വിജയൻ കൈപ്പറ്റിയിരിക്കുന്നത് നൽകാത്ത സേവനത്തിനാണ്. ഇത് വിശദീകരിച്ച് വഷളാക്കിയ ഒരു വിഷയമാണ്. ഇപ്പോൾ ഇത് ഈ SFIO നാളെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ രേഖകളൊക്കെ നൽകണമെന്ന് ശ്രീ വീണ വിജയന് അറിയാം. അപ്പോൾ വീണ വിജയന് ഈ രേഖകൾ നമ്മുടെ ഇത്തരം ചാനലുകൾക്ക് വേണ്ട അവരുടെ പാർട്ടി ചാനലുകൾക്കോ അവരുടെ പാർട്ടി പത്രത്തിലോ അതിൻ്റെ പ്രസക്ത ഭാഗം ഒരു കോളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. പിന്നീട് ഈ ചർച്ചകൾ വരില്ല. അപ്പോൾ അത്തരത്തിലൊരു രേഖ നാളെ SFIO ആവശ്യപ്പെട്ടാലും നൽകാൻ പിന്നീട് ഈ വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം
വന്ന ശേഷം ഉണ്ടാക്കിയതായിട്ട് നൽകാനല്ലാതെ അതിനു മുമ്പ് ഇത്തരത്തിലൊരു എഗ്രിമെൻ്റ് നമ്മുടെ നാട്ടിൽ മുദ്രപത്രത്തിനും കാര്യങ്ങൾക്കും ഒന്നും ഒരു പഞ്ഞവുമില്ല. അതായത് ഒരു ചെറിയ സ്ഥാപനം നടത്തുന്ന നമ്മൾക്കൊക്കെ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് 20 കൊല്ലം മുമ്പിലത്തെ മുദ്ര സ്റ്റാമ്പ് പേപ്പർ വേണമെങ്കിലും ലഭ്യമായ ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടൊരു പക്ഷേ നമുക്ക് ഈ SFIOയെയും അതുപോലെ തന്നെ CROയെയും ഒക്കെ വഞ്ചിക്കാമെങ്കിലും ഇത്തരത്തിലൊരു എഗ്രിമെൻറ്റിൻ്റെ പുറത്തല്ല വീണാ വിജയൻ ഈ പൈസ വാങ്ങിയിരിക്കുന്നത്. പകൽ പോലെ ഒരു സത്യമാണ് എന്തായാലും ഇക്കാര്യത്തിൽ അന്വേഷണ ഏജൻസികൾ സത്യം പുറത്തു കൊണ്ടുവരട്ടെ. ഇനി കർണാടക ഹൈക്കോടതിയിൽ നിന്ന് വരാൻ പോകുന്ന വിധി, അതായത് എക്സാലോജിക് കമ്പനി കൊടുത്തിരിക്കുന്ന ഹർജിയിൽ വിധി പറയാനായിട്ട് ഇരിക്കുകയാണല്ലോ കർണാടക ഹൈക്കോടതി. ആ വിധി നിർണായകമാകും. കാരണം SFIOയുടെ അന്വേഷണത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള തടസ്സം കർണാടക ഹൈക്കോടതിയിൽ നിന്നുണ്ടായാൽ അടുത്ത നടപടികൾ കേന്ദ്രം സ്വീകരിക്കേണ്ടി വരും. ഇപ്പോൾ ശ്രീ ഷാബു പ്രസാദ്, അഡ്വക്കേറ്റ് BN ഹസ്കർ അല്പസമയത്തിന് ഉള്ളിൽ ചർച്ചയ്ക്കൊപ്പം ചേരും. ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ ഈ നിയമത്തിലെ എന്തെങ്കിലുമൊക്കെ ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അത് പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ പറ്റുന്ന വക്കീലന്മാരാണ് എക്സാലോജിക്കിനും KSIDCക്കും വേണ്ടി വാദിക്കുന്നത്. ഇന്ന് കർണാടക ഹൈക്കോടതിയിലെ വാദങ്ങൾ ഇത് വ്യക്തമാക്കുന്നതാണ്. അരവിന്ദ് P ദത്താറിനെ പോലെയുള്ള അഭിഭാഷകനാണ് ഇന്ന് എക്സാലോജിക്കിന് വേണ്ടി ഹാജരായത്. അദ്ദേഹം വളരെ പ്രസക്തമായ ഒരു പോയിന്റ് ഇട്ടാണ് മുഴുവൻ സമയവും വാദിച്ചത്. ഒരന്വേഷണം നടക്കുമ്പോൾ എന്തിന് മറ്റൊരു അന്വേഷണം, അതും ഒരേ കമ്പനി ആക്ട് പ്രകാരം അന്വേഷണം എന്തിന് രണ്ട് രീതിയിൽ നടക്കുന്നു? കാരണം ROC അന്വേഷിച്ച് 2 ROCകൾ അന്വേഷിച്ച് മറ്റൊരു സമിതിക്ക്, കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ സമിതിക്ക് അന്വേഷണം നടത്താനായി കൈമാറിയതാണല്ലോ. അതേ സമയത്ത് തന്നെ ജനുവരി 31 പൊടുന്നനെ മറ്റൊരു ഉത്തരവ് വരുന്നു, SFIO അന്വേഷണമെന്ന്. അതെങ്ങനെ എന്നുള്ള ചോദ്യം അദ്ദേഹം ആവർത്തിച്ച് കോടതിയിൽ ഉന്നയിക്കുകയായിരുന്നു. ഇത് SFIO അന്വേഷണത്തിന് തടസ്സമാകുമോ? ഇതൊരു പ്രസക്തമായ ചോദ്യമാണ്. കോടതി വിധി വന്നാലേ അക്കാര്യത്തിൽ അന്തിമ തീരുമാനം എന്താണെന്ന് അറിയുവാൻ കഴിയുകയുള്ളൂ. ഇല്ല, ആ ചോദ്യത്തിന് മഞ്ജുഷ കോടതിയിൽ നിന്ന് തന്നെ ഉത്തരം കിട്ടിയിട്ടുണ്ടല്ലോ, അന്വേഷണം തുടരട്ടെ. ഇല്ല, അത് അന്തിമ വിധി വന്നിട്ടില്ല. ഈ വിധി വരുന്നത് വരെ അന്വേഷണം തുടരട്ടെ എന്നാണ്. ഈ അന്തിമ വിധി വരുന്നത് വരെ എന്തായാലും SFIയുടെ അന്വേഷണത്തിന് യാതൊരു തടസ്സവുമില്ല. അവർക്ക് രേഖകൾ ആവശ്യപ്പെട്ട് സമൻസ് അയക്കാം, ആൾക്കാരെ വിളിച്ചു വരുത്താം, വിശദ ചോദ്യം ചെയ്യാം, റെയ്ഡ് ചെയ്യാം, ഇതെല്ലാം ഉണ്ട്. അല്ല, എനിക്ക് അതിൽ സംശയമുണ്ട് ശ്രീ ഷാബു പ്രസാദ്. റെയ്ഡ്, ചോദ്യം ചെയ്യൽ ഇതിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളതിൽ സംശയമുണ്ട്. കാരണം അറസ്റ്റ് മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ എന്നാണ് എന്റെ അറിവ്. അല്ല, ആ നിർദ്ദേശത്തിൽ കടുത്ത നടപടി എന്ന് പറയുമ്പോൾ നിർബന്ധിച്ചുള്ള നടപടികൾ എന്നതിലേക്ക് വരും. അപ്പോൾ റിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു നടപടിയിലേക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ റെയ്ഡിന് സന്നദ്ധമല്ലെങ്കിൽ പറ്റില്ല എന്ന് കോടതിയുടെ നിർദ്ദേശത്തിൽ മനസ്സിലാവുന്നത്. SFIക്ക് ധൃതിയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇപ്പം നാളെ തന്നെ അവരെ പിടിച്ചകത്താക്കണമെന്നൊന്നുമില്ല. അവർക്ക് അവരുടേതായ രീതിയിൽ കൂടെ അവരുടേതായ രീതിയിൽ അവർ അന്വേഷണം തുടർന്നു നിന്നോളും. ഇനിയിപ്പം കർണാടക ഹൈക്കോടതി കഴിഞ്ഞ് കഴിഞ്ഞാൽ സുപ്രീം കോടതിയുണ്ട്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കും. അതവിടെ നിൽക്കട്ടെ. അതിനെക്കാട്ടും ഇപ്പം ഞാനിങ്ങനെ ആസ്വദിക്കുകയായിരുന്നു ശ്രീ BN ഹരിദാസിന്റെ ആ വാക്കുകൾ. ഈ കക്കാൻ പഠിച്ചവൻ നിൽക്കാനും പഠിച്ചിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഒരു ഇതാണ്. പക്ഷേ അങ്ങനെ ഈ നിൽക്കാൻ പഠിച്ച കള്ളന്മാരാണ് ശ്രീ ബഹുമാനപ്പെട്ട ഹരിദാസ് കുടുങ്ങിയിട്ടുള്ളതും. ഇതിനെക്കാട്ടിൽ വലിയ നിൽക്കാൻ പഠിച്ചൊരു കള്ളൻ ഒരുതിനിപ്പോൾ ലണ്ടൻ നഗരത്തിൽ കൂടെ തെക്ക് വടക്ക് നടക്കുന്നുണ്ട്. ഇയാളെ വിജയ് മല്യ, ഇവിടെ അയാൾ ആരാന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ വേറൊരു കാര്യം കൂടിയുണ്ട്, വേറൊരു പഴഞ്ചൊല്ലും കൂടി ഇവിടെ ബാധകമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കക്കാൻ കയറിയാലും വെളുക്കുവോളം കക്കരുത് എന്നും കൂടെ ഒരു പഴഞ്ചൊല്ലുണ്ട്. ഇവരുടെയൊക്കെ ധാരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഇവർക്കൊന്നും ഇപ്പോഴും നിലാവുണ്ടെന്ന് കരുതി വെളുക്കുവോളം കക്കരുത്. അതന്നെ നിലാവുണ്ടെന്ന് കരുതി വെളുക്കുവോളം കക്കരുത്. കറക്റ്റ്. നിലാവുണ്ടെന്ന് കരുതി വെളുക്കുവോളം കക്കരുത്. അതായത് എന്താണ്, പിണറായി വിജയൻ എന്ന പൂർണ്ണചന്ദ്രൻ ഇവിടെ ഉദിച്ചു നിൽക്കുന്നു എന്ന് കരുതി മകൾ കയറി ഇമാതിരി കക്കൽ നടത്തരുത് എന്നാണ് അതിന്റെ അർത്ഥം. സൂര്യൻ ഓക്കെ. അപ്പം അതല്ല, അപ്പം എന്താ പറഞ്ഞാല് താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്. ഇത് കൂട്ടാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയ കമ്പനിയാണ് എന്നുള്ള കാര്യം സ്പഷ്ടമാണ്. കുറച്ചു കാലത്തേക്ക് ഒരു കമ്പനി ഓപ്പൺ ചെയ്ത് വെക്കുക, അതും 1 പേഴ്സൺ കമ്പനി. അതോട് ഓർമ്മ വേണം, 1 പേഴ്സൺ കമ്പനിയാണ്. അപ്പോൾ വേറെ ആരെയും ബോധ്യപ്പെടുത്താനില്ല. അതിൻ്റെ അകത്ത് നിയമത്തിൻ്റെയും നമ്മുടെ നാട്ടിലുള്ള ദുർബലമായ നിയമങ്ങളുടെയും
മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കാവുന്ന നിയമങ്ങളുടെയും എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് കോടികൾ വെളുപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ തട്ടിക്കൂട്ടിയ ഒരു കമ്പനിയാണിത്. അങ്ങനെ ആയിരക്കണക്കിന് കമ്പനികൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് കമ്പനികൾ പൂട്ടിപ്പോയിട്ടുണ്ട്. ഇപ്പോഴും പലതും പ്രവർത്തിക്കുന്നുമുണ്ട്. അതിൻ്റെ അകത്ത് യാതൊരു സംശയവുമില്ല. അത് ഈ പറഞ്ഞതുപോലെ നിലാവുണ്ടെന്ന് കരുതി കട്ട് അവസാനം പിടിക്കപ്പെട്ടപ്പോൾ ഉണ്ടാകുന്ന തനിക്കിതൊന്നും ബാധകമല്ല, ഈ രാജ്യത്തെ നിയമങ്ങളൊന്നും ബാധകമല്ല എന്ന ഒരു ദിവാസ്വപ്നത്തിലാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ ഇതിൽ ഹരിദാസ് പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. SFIO അന്വേഷണത്തിലൊക്കെ പിഴയടച്ച് രക്ഷപ്പെടുന്നു എന്നുള്ള മാർഗങ്ങളൊക്കെയുണ്ട്. അത് മാത്രമല്ല, ഈ പൊതുവായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഈ അന്വേഷണം എവിടെ കൊണ്ട് അവസാനിക്കും, എവിടെ വരെ ചെന്നെത്തും എന്നൊക്കെ ഉണ്ടല്ലോ. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ തീരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ചടുലതയൊക്കെ എത്ര കാലത്തേക്കുണ്ടാവുമെന്ന്. മഞ്ജുഷ, ഒരു കാര്യമുണ്ട്, നടപടി എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ നിയമം അനുസരിച്ചല്ലേ ഇനി SFO ആയാലും ആരായാലും നടപടി എടുക്കാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇല്ല, പണ്ട് ഈ ബാലകൃഷ്ണപിള്ള അകത്താകുന്നതിന് മുമ്പ് ആദ്യം ബാലകൃഷ്ണപിള്ള ശിക്ഷിച്ചത്, പിഴയടച്ചത്, അതായത് അദ്ദേഹത്തിനെ കൊണ്ട് പിഴയടപ്പിച്ചത് 1000 രൂപയോ 10,000 രൂപയോ മറ്റോ. അത് കേട്ട് നമ്മൾ ഇവിടുത്തെ എല്ലാവരും ബാലകൃഷ്ണപിള്ളയ്ക്ക് 10,000 രൂപയുടെ പിഴ, അദ്ദേഹത്തിൻ്റെ എന്താണ് ഒരു ദിവസത്തെ ചെലവ് പോലും ഇല്ലാതെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? അതാ ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് മാത്രമല്ലേ കോടതിക്കാണെങ്കിൽ ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പൊ SFIOയ്ക്ക് ആണെങ്കിലും ഇനിയിപ്പം ഈ പറഞ്ഞ കുറ്റങ്ങൾക്കുള്ള കിട്ടാവുന്ന പരമാവധി ശിക്ഷ എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. അത് ഇനിയും നമുക്ക് എനിക്കറിയില്ല. ഇവിടെ ശ്രീ ഹസ്കർ പറയട്ടെ, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്നവർ പറയട്ടെ. അതിന് 4 ഇരട്ടി പിഴയാണ് പിഴയടയ്ക്കുക എന്നുള്ളതാണ് പരമാവധി ശിക്ഷ എങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ രാജ്യത്തെ നിയമം അതേ ROCയുടെ റിപ്പോർട്ടിൽ CBI അന്വേഷണത്തിന് വരെ ശുപാർശ ചെയ്യാൻ പറ്റിയ ക്രമക്കേട് എന്നായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു അന്വേഷണം കണ്ടില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് BN ഹസ്കർ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ഇവിടെ കൂടുതൽ പ്രസക്തം ഈ ഒരു ഘട്ടത്തിൽ. അഡ്വക്കേറ്റ് BN ഹസ്കർ, എക്സാലോജിക്കിനും വീണ വിജയനും തിരിച്ചടിയാണോ കർണാടക ഹൈക്കോടതിയിൽ നിന്നുള്ള ഈ നിർദ്ദേശം? മഞ്ജുഷ്, ഇതിലൊരു വ്യക്തി എന്ന നിലയിലും ഒരു പൗരൻ എന്ന നിലയിലും ഏതൊരു വ്യക്തിക്കും ഹൈക്കോടതിയെ സമീപിച്ച് തനിക്കെതിരെ നടക്കുന്ന ഏതൊരു അന്വേഷണത്തെയും അതിന്റെ നിയമപരമായിട്ടുള്ള ബാധ്യതകളെ ചോദ്യം ചെയ്യുന്നുള്ള അവകാശമുണ്ട്. ആ അവകാശം ശ്രീമതി വീണ ടി, നിങ്ങൾ വീണ വിജയൻ എന്ന് ആവർത്തിച്ചു പറയുമ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ വീണ തൈക്കണ്ടി അല്ലെങ്കിൽ വീണ ടി എന്നാണ് ശ്രീമതി വീണയുടെ ഔദ്യോഗിക നാമമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുതന്നെയാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴും മാധ്യമങ്ങളും വിമർശകരും വീണ വിജയൻ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അതിൽ ഒരു വാലറ്റം ചേർത്ത് അവർ പോലും ഇടാത്ത ഒരു പേരിനെ നിങ്ങൾ പ്രശസ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ അതിങ്ങനെ ചർച്ച ചെയ്യാനതിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന ഒരു വലിയ വിമർശനം ഇക്കാര്യത്തിൽ എനിക്കുണ്ട്. വീണ തൈക്കണ്ടി അല്ലെങ്കിൽ വീണ ടി എന്നറിയപ്പെടുന്ന നിങ്ങൾ വിളിക്കുന്ന ശ്രീമതി വീണ വിജയന് നിയമപരമായി ഒരു പൗര എന്ന നിലയിൽ ഇന്ത്യയിലെ കോടതികളെ സമീപിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. ആ അവകാശത്തെയാണ് കോടതിയിൽ സമീപിച്ചതും ആ അവകാശത്തിൽ കോടതി മുമ്പാകെ അവർ നിർത്തിയിട്ടുള്ള വാദമുഖങ്ങൾ യുക്തമെന്നും നിയമപരമായി നിലനിൽക്കുന്നതാണെന്നും ആണ് ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത്. കാരണം കർണാടക ഹൈക്കോടതിയിൽ അവർ ഉന്നയിച്ച വാദം 210 അനുസരിച്ച്, കമ്പനീസ് ആക്ടിന്റെ 210 അനുസരിച്ച് നടന്നിട്ടുള്ള അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ, ആ അന്വേഷണത്തിന്റെ കാലപരിധി നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് 212 അനുസരിച്ചിട്ടുള്ള എൻക്വയറി ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസ് നടത്തേണ്ട അന്വേഷണത്തിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ SFIO പാലിച്ചിട്ടില്ല എന്നുള്ളതും മറ്റൊരു വലിയ പ്രധാനപ്പെട്ട ആരോപണമായി അല്ലെങ്കിൽ ഒരു തർക്കമായി എക്സാലോജിക്ക് ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയിൽ ഉന്നയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു നാച്ചുറൽ ജസ്റ്റിസ് ഏതൊരു നിയമ സംവിധാനത്തിലുള്ള നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നതുണ്ട്. ആ നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് താങ്കൾ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റകൃത്യത്തെ സംബന്ധിച്ച് ഒരു കോർപ്പറേറ്റ് സ്ഥാപനം എന്ന നിലയിൽ SFIO ആദ്യം ശ്രീമതി എക്സാലോജിക്കിനോടും അതുപോലെ എക്സാലോജിക്കിന്റെ പ്രൊമോട്ടർ എന്ന നിലയിൽ ശ്രീമതി വീണ തൈക്കണ്ടിയോടും ചോദിക്കേണ്ടിയിരുന്നു എന്നിടത്ത് ഒരു വലിയ അപരാധം SFIO നടത്തിയിട്ടുണ്ട്, ഒരു വലിയ നിയമപരമായ പിശക് SFIO നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ആ ഒരു നിയമപരമായ പ്രശ്നം ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു വ്യക്തി കോടതിയെ സമീപിക്കുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആ ഫാക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ നിയമപരമായിട്ടുള്ള രേഖകൾ അടക്കം
നൽകുന്നതിന് സന്നദ്ധയാണ് എന്നുള്ളത് കൊണ്ടാണ് കോടതിയെ സമീപിക്കുക. ഇല്ല, സന്നദ്ധയായിരുന്നില്ലല്ലോ അഡ്വക്കേറ്റ് BN ഹസ്കർ. ഇന്ന് കോടതി അതുകൊണ്ടാണല്ലോ അത്ര നിർദ്ദേശം നൽകിയത്, ഡോക്യുമെന്റ്സ് നൽകിയിട്ടില്ല എന്ന്. കോടതിയിൽ SFIക്ക് വേണ്ടി ഹാജരായ കൗൺസിൽ തന്നെ പറയുകയുണ്ടായി അങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് ആവശ്യപ്പെട്ടിട്ടും തന്നില്ല എന്ന്. അപ്പോഴാണ് കോടതി വാക്കാൽ നിർദ്ദേശം നൽകിയത് സഹകരിക്കണമെന്ന്. അല്ല, SFIO ഒരു തരത്തിലും ജനുവരി 30 അന്വേഷണം ആരംഭിച്ചതിന് ശേഷം എക്സാലോജിക് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഡോർമെന്റ് കമ്പനിയാണ്. ഒരു കോർപ്പറേറ്റ് കമ്പനി ഡോർമെന്റ് ആയി കഴിഞ്ഞാൽ ആ കമ്പനി നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ പ്രവർത്തനരഹിതമായിരിക്കുന്നു. അങ്ങനെ പ്രവർത്തനരഹിതമായിരിക്കുന്ന ഒരു കമ്പനിയിൽ നിന്ന് SFIOയ്ക്ക് ഒരു തരത്തിലും രേഖകൾ ആവശ്യപ്പെടുന്നതിന് നിയമപരമായി പരിമിതിയുണ്ട്. ഡോർമെന്റ് ആയതിനെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. ഈ ROCയുടെ റിപ്പോർട്ടിൽ എങ്ങനെയാണ് ഈ ഡോർമെന്റ് ആയത് എന്നതിനെ കുറിച്ചും വിവരിക്കുന്നുണ്ട്. അത് നിയമവിരുദ്ധമായ രീതിയിലാണ്. 2 വർഷമെങ്കിലും പ്രവർത്തനം നടത്താത്ത കമ്പനിക്ക് മരവിപ്പിക്കൽ സ്റ്റാറ്റസിന് അർഹതയുള്ളൂ. അതല്ല, 2021 ട്രാൻസാക്ഷൻ നടത്തിയ കമ്പനി 2022 മരവിപ്പിക്കൽ അപേക്ഷ നൽകി. അതെങ്ങനെ ശരിയാകുമെന്ന് ROC തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതും നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയും അന്വേഷണം നടക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള രേഖകളും ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ ഡോർമെന്റായ കമ്പനിയാണ്, നൽകാൻ പറ്റില്ല എന്നുള്ള മറുപടി എങ്ങനെ നൽകാൻ പറ്റും? അങ്ങനെയല്ല, ഒരു കമ്പനി ഡോർമെന്റ് ആവുന്നതിന് 3-4 കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഒരു കണ്ടീഷൻസ് ആണ് 2 കൊല്ലം പ്രവർത്തനരഹിതമായ ഒരു സ്ഥാപനമാണെങ്കിൽ, കമ്പനിയാണെങ്കിൽ കമ്പനീസ് ആക്ട് പറയാൻ ഡോർമെന്റ് ആവാം. അല്ലാതെ തുടർച്ചയായി നഷ്ടം സംഭവിക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ ആ കമ്പനിക്കും ഡോർമെന്റ് ആയി നിൽക്കുന്നതിനായിട്ടുള്ള നിയമപരമായിട്ടുള്ള അവകാശമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് എക്സാലോജിക്ക് തുടർച്ചയായി നഷ്ടം സംഭവിച്ച ഒരു സ്ഥാപനം എന്നതിൽ ഡോർമെന്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. കണ്ടെത്തിയതിനേക്കാളും വലിയ കണ്ടെത്തലാണല്ലോ അഡ്വക്കേറ്റ് BN ഹസ്കർ താങ്കൾ നടത്തുന്നത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യമാണ് ഇത്. അല്ല, ROCയുടെ റിപ്പോർട്ട്, ROCയുടെ റിപ്പോർട്ട് വളരെ കൃത്യമായിട്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഒരു സ്ഥാപനത്തെ കുറിച്ച് മാത്രമല്ല. ഉദാഹരണത്തിന് ROC കൊച്ചിനുണ്ട്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ കമ്പനികളെ സംബന്ധിച്ചും ROC കൊച്ചിൻ അന്വേഷണം നടത്താറുണ്ട്. അന്വേഷണം നടത്തുമ്പോൾ ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകളിൽ കമ്പനികൾ നടത്തുന്ന ക്രമക്കേടുകൾ അല്ലെങ്കിൽ കമ്പനികൾ നടത്തുന്ന പാളിച്ചകളെ സംബന്ധിച്ചാണ് റിപ്പോർട്ടുകൾ നൽകാറുള്ളത്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസാണ്. അപ്പൊ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഫ്രോഡ് കമ്മിറ്റി, 2013 ശേഷമാണ് ഫ്രോഡ് എന്ന് പറയുന്നത് കമ്പനി നിയമത്തിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഫ്രോഡ് കമ്മിറ്റി ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ നിക്ഷേപകർക്കോ ക്രെഡിറ്റേഴ്സിനോ ആണ് ഇത്തരത്തിൽ പ്രാഥമികമായി ഇങ്ങനെ ഒരു പരാതി SFIO കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പരാതി നൽകാനാവുക. അപ്പോൾ ഏതായാലും SFIO അന്വേഷണം നടത്തുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെന്റുകൾ പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ എങ്ങനെയൊക്കെ, പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാരെയും എങ്ങനെയൊക്കെ വേട്ടയാടുന്നു എന്ന് വളരെ കൃത്യമായി ഇന്ത്യയുടെ വർത്തമാനകാല ചരിത്രത്തിൽ നമുക്ക് ബോധ്യമുള്ളതാണ്. അത്തരം ഒരു ബോധ്യപ്പെടേണ്ട തുടർച്ച എന്ന നിലയിലാണ് ഇടതുപക്ഷവും CPM-ഉം ഇതിനെ രാഷ്ട്രീയ വേട്ടയാടലായി കാണുന്നത്. അല്ല, രാഷ്ട്രീയ വേട്ടയാടലായി നിങ്ങൾ കാണുമ്പോഴും ഇതിൽ പൊതു താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി കോടതികളിൽ ചർച്ചാ വിഷയമാവുകയാണ്. ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ ഈ 2 വകുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് വാദിച്ചതിനൊപ്പം തന്നെ ഇപ്പോൾ 210-ഉം 212-ഉം അനുസരിച്ചുള്ള എൻക്വയറിയെ പറ്റി പറഞ്ഞതിനൊപ്പം തന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒന്നാണ് എന്ന് സാധൂകരിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തി. അതിന് അദ്ദേഹം പറഞ്ഞതൊരു IT കമ്പനിയാണ്, അവരുടെ ജോലി എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ സപ്ലൈ ആണ്. ഇങ്ങനെ സോഫ്റ്റ്വെയർ സപ്ലൈ ചെയ്യുന്ന ഒരു കരാറിൽ ഏർപ്പെടുന്നതിൽ അതിലൊരു പൊതു താല്പര്യവുമില്ല, പബ്ലിക് ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ്. അവിടെയും സഹാറ ഇടപാടിനെയാണ് കോട്ട് ചെയ്തത്. അവിടെ ഒരു പൊതു താല്പര്യം ഉണ്ടായിരുന്നു, അന്ന് SFIOയ്ക്ക് അങ്ങനെ അന്വേഷിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ പൊതു താല്പര്യമില്ല എന്ന്. ഇത് ജനങ്ങളുടെ പണം കൂടിയാണ് സർ, ഈ പൊതു താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ. മഞ്ജുഷ്, ഇതിൽ പൊതു താല്പര്യം എന്ന് പറയുന്നത് എക്സാലോജിക്കിനെ സംബന്ധിച്ചിടത്തോളം നാം CMRL-നെയും അതുപോലെ തന്നെ KSIDC-യുടെയും ചേർത്ത് വായിക്കുമ്പോഴാണ് ഇത് പൊതു താല്പര്യം വരുന്നത്. എക്സാലോജിക്കിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായി യാതൊരു പൊതു താല്പര്യവും ഇല്ല എന്നുള്ളതാണ് വസ്തുത. നിയമപരമായി പൊതു താല്പര്യം ഇല്ല എന്ന് പറയുമ്പോൾ എക്സാലോജിക് എന്ന് പറയുന്നത് ഒരു വ്യക്തി നടത്തുന്ന ഒരു സ്വകാര്യ IT കമ്പനി മാത്രമാണ്. അപ്പോൾ ആ IT കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പൊതുമധ്യത്തിലോ പൊതുസമൂഹത്തിലോ യാതൊരു ബാധ്യതയും ഒരു കോർപ്പറേറ്റ് സ്ഥാപനം എന്ന നിലയിലുള്ളതിനപ്പുറം യാതൊരു ബാധ്യതയും ഉത്തരവാദിത്വം പൊതുസമൂഹത്തോടില്ല. അതാണ് പൊതു താല്പര്യത്തിന്റെ പ്രശ്നം ഉദിക്കുന്നത്. അതാണ് പൊതു താല്പര്യമില്ല എന്ന അർത്ഥത്തിൽ എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ അതൊരു വികലമായ വാദമായിട്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. പൊതു താല്പര്യമേ ഉള്ളൂ ഈ വിഷയത്തിൽ. CMRL എന്നുള്ള കമ്പനിയിൽ KSIDC പോലും 14% ഓഹരി
ഉള്ളവരാണ്. അത് അപ്പോൾ പൊതുതാൽപര്യത്തിൻ്റെ അളവ് കൂടുകയുള്ളൂ ഈ വിഷയത്തിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള വാദമാണ് എക്സാലോജിക്കിനെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി നടക്കുന്നത്. ശരി, നടക്കട്ടെ. ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നതുവരെ കാത്തിരിക്കാം. ശ്രീ എം കെ ഹരിദാസ്, അഡ്വക്കേറ്റ് ബി എൻ ഹസ്കറിനുള്ള മറുപടി. ഹസ്കർ പറയട്ടെ എന്ന് താങ്കൾ ആദ്യം ഈ ചർച്ച തുടങ്ങി വെച്ചിരുന്നു. ഹസ്കർ വന്നു, ഹസ്കർ പറഞ്ഞു. താങ്കളുടെ മറുപടി. ഇതിലെ ശ്രീ അസ്കർ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ KSIDC ഇതിൽ പേര് KSIDCയുടെ പേര് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ നികുതി പണം കൊണ്ട് ഏതോ പുണ്യം കൊണ്ട് കുറേ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ 7.5 വർഷം കൊണ്ട് ഇവിടെ എത്രത്തോളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം. പക്ഷേ ആ 7.5 വർഷത്തിനൊക്കെ മുമ്പ് ആരുടെയൊക്കെയോ പുണ്യം കൊണ്ട് കുറേ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടായി. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ എൻ്റെ അറിവിൽ ഇൻഡസ്ട്രിയൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 42 എണ്ണത്തിൽ 29 നഷ്ടത്തിലാണ് ഓടുന്നത്. അപൂർവം സ്ഥാപനങ്ങൾ മാത്രമേ അല്പമെങ്കിലും ലാഭം ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇത്തരം പൊതുമേഖലാ സ്ഥാപനത്തെ മറയാക്കിക്കൊണ്ട് ഒരു CMRL എന്ന് പറയുന്ന കമ്പനി അനധികൃതമായിട്ട് കരിമണൽ സ്വരൂപിക്കുകയും അത് വിറ്റഴിക്കാനും ഈ സ്വരൂപണം എല്ലാ കാലത്തും സാധ്യമാക്കാനും വേണ്ടിയിട്ട് ഈ ഭരണകക്ഷിയിലുള്ളവരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ശ്രീ വീണ വിജയൻ്റെ എക്സാലോജിക് കമ്പനി വഴി ഒരു പാലം ഇട്ടോ എന്നുള്ള കേരളത്തിൽ ഒരു വിഭാഗം ജനങ്ങളുടെ, ഞാൻ ഈ പാലം എന്നുള്ളത് എല്ലാ ചർച്ചകളിലും ഉപയോഗിച്ചിട്ടുള്ളതാണ്, ആ ജനങ്ങളുടെ ആ സംശയം ദൂരീകരിച്ചു കൊടുക്കാൻ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ഭരിക്കുന്നവർക്ക് അങ്ങേയറ്റം ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ അവർ ഇറക്കുന്ന ക്യാപ്സ്യൂളുകൾ അവരുടെ പാർട്ടിയിലുള്ളവർ തന്നെ വിഴുങ്ങാത്തൊരവസ്ഥയിൽ താങ്കൾ ഇവിടെ നൽകിയിട്ടുള്ള വിശദീകരണത്തിൽ വലിയ അർത്ഥമൊന്നും കാണുന്നില്ല. താങ്കൾ ഇവിടെ പറഞ്ഞു ഈ കോടതിയിൽ പോകാനുള്ള ഏതൊരു പൗരൻ്റെയും അവകാശം വീണ വിജയൻ ഉപയോഗിച്ചു. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ. ചാനൽ ചർച്ചകളിലും ഈ AK ബാലനൊക്കെ ചാനൽ മൈക്കുകളുടെ മുമ്പിലും വന്ന് പറഞ്ഞിരുന്നത് ഏത് അന്വേഷണത്തെയും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ ഒരു തടസ്സവും നിൽക്കില്ല. അങ്ങനെയുള്ളവർക്ക് എന്താണ് ഇപ്പോൾ ഈ അന്വേഷണം അതിൻ്റേതായ രീതിയിൽ മുൻപോട്ട് പോയപ്പോൾ ഞാനിവിടെ താങ്കൾ ഉണ്ടായിരുന്നില്ല, ഞാൻ പറയുന്നു ഈ SFI അന്വേഷണം എവിടെയും എത്താൻ പോകുന്നില്ല. കാരണം ഇത് CBI അന്വേഷിക്കേണ്ട കേസാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഈ SFI അന്വേഷണം എന്ന് പറയുന്ന ആദ്യത്തെ കടമ്പ എത്തിയപ്പോൾ തന്നെ എന്തിനാണ് ഈ കർണാടക ഹൈക്കോടതിയിലും വീണ വിജയന് വേണ്ടിയിട്ട് CMRL അല്ല KSIDC ഹൈക്കോടതിയിലൊക്കെ ഈ ഓടി നടക്കുന്നതിൻ്റെ കാര്യം എന്താ? ഈ വീണ വിജയൻ മറ്റേ കർണാടക ഹൈക്കോടതിയിൽ പോയതിൽ ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല, അത് അവരുടെ കാശാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ ഈ KSIDC പോകുമ്പോൾ ഈ 50 ലക്ഷം റുപ്യ ഈ CS വൈദ്യനാഥനെ പോലുള്ള ഒരാൾക്ക് ഫീസ് കൊടുക്കുന്നത് ഞങ്ങളുടെ പണമാണ്. അപ്പോൾ അതിൻ്റെ ഉത്കണ്ഠയെയാണ് ഞങ്ങളിവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു, ഏത് അന്വേഷണത്തെയും തടസ്സപ്പെടില്ല എന്ന് പറഞ്ഞവരെ അന്വേഷണത്തെ ഭയക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ശ്രീ അസ്കർ? ഇപ്പോൾ ഈ 2 കോടതികളിൽ ഒരു വ്യക്തിക്ക് വേണ്ടി 2 കോടതികളിൽ 2 കൂട്ടർ ചെന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് കുറേ സംശയങ്ങളുണ്ട് ശ്രീ അസ്കർ. ഈ 5 ലക്ഷം രൂപ ശ്രീ വീണ വിജയൻ വാങ്ങി എന്ന് പറയുന്നു. അതിനെ അവർക്ക് സേവനം നൽകിയതിൻ്റെ പേരിലാണ് ശ്രീ വീണ വിജയൻ്റെ പേരിൽ ഈ പൈസ വന്നത് എന്ന് പറയുന്നു. അത് ഞാൻ അവിടെ നിർത്തിക്കൊണ്ട് താങ്കൾ ഒരു മകളുടെ പേരിൽ ഒരു അച്ഛൻ്റെ പേര് കൂട്ടിച്ചേർത്ത് പറയുന്നത് ഇത്ര വലിയ അപരാധമാണോ ശ്രീ വിജയൻ? അല്ല ശ്രീ അസ്കർ, എൻ്റെ മക്കൾ 2 പേരും അവർ 2 പേരും അവരെക്കാൾ അറിയപ്പെടുക ഹരിദാസ് എന്ന പേരിലാണ്. ഇവിടെ ഈ അച്ഛൻ്റെ പേര് കൂട്ടി പറയുന്നതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നത് പിണറായി വിജയൻ്റെ അച്ഛൻ ചെയ്തിരുന്ന തൊഴിലിനെ ആസ്പദപ്പെടുത്തിയിട്ടുള്ളൊരു പ്രശ്നമാണ്. ഈ ചർച്ചയിൽ പറയേണ്ട കാര്യമല്ല. എന്നെ എല്ലാവരും എൻ്റെ നാട്ടിൽ കുട്ടിമാഷ് എന്ന് വിളിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. എൻ്റെ അച്ഛനൊരു അധ്യാപകനായിരുന്നു. അതുപോലെ പിണറായി വിജയനെ അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഒരു തൊഴിലുമായി ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോൾ അത് പ്രശ്നമായി. ഇപ്പോൾ താങ്കൾ പറയുന്നു വീണ വിജയൻ എന്ന് പറയുന്നതിൻ്റെ ഭംഗ്യാർത്ഥം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ വലിയൊരു പ്രശ്നമല്ലേ ശ്രീ അസ്കർ? ഒരച്ഛൻ്റെ പേര് കൂട്ടി പറയുന്നതിന് എന്താണ് ഇത്ര ബുദ്ധിമുട്ടുള്ളത്? ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. വീണ വിജയൻ 5 ലക്ഷം രൂപ കൈപ്പറ്റുന്നു. വീണ വിജയന് ഒരു വർഷത്തെ വരുമാനം 60 ലക്ഷം രൂപ. ഈ 60 ലക്ഷം രൂപ അവരുടെ IT റിട്ടേൺ സമർപ്പിക്കുമ്പോൾ അവരതിൽ കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമുണ്ട്. പക്ഷേ ആ സംശയം ചോദിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു വ്യക്തിയെ ബാധിക്കുന്ന വിഷയമാണ്. അതവർ പറഞ്ഞോട്ടെ. പക്ഷേ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്ക് 36 ലക്ഷം രൂപ ഒരു വർഷത്തിൽ കൊടുത്തിട്ടുണ്ട്. എത്ര വർഷം കൊടുത്തു എന്നുള്ളതൊക്കെ ഈ 1,72 ലക്ഷം രൂപയുടെ കൃത്യമായ കണക്ക് പുറത്തു വരുമ്പോൾ അറിയാമെന്ന് വെക്കുക. അപ്പോൾ ഈ 36 ലക്ഷം രൂപ എക്സാലോജിക്കിൻ്റെ IT റിട്ടേൺ സമർപ്പിക്കുമ്പോൾ കാണിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും ചോദിക്കാൻ കേരളത്തിലൊരു നികുതിദായകർക്ക് അനുവാദമുണ്ട്. ഞാനൊരു നികുതിദായകനാണ്, ഇൻകം ടാക്സ് അടയ്ക്കുന്ന വ്യക്തിയാണ്. എന്നിൽ നിന്ന് കൃത്യമായിട്ട് ഇൻകം ടാക്സ് മേടിക്കുന്നു. മഞ്ജുഷ ഒരു മിനിറ്റിലൊരു കഥ പറയാൻ സമ്മതിക്കണം. എന്നെ ഏൽപ്പിച്ചുകൊണ്ട് എൻ്റെ നാട്ടിൽ എൻ്റെ മെൻറ്റർ ഒരു ഗസ്റ്റ് ഹൗസിൻ്റെ പണി നടത്തി അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നിട്ട് എനിക്ക് കുറച്ച് പണം അദ്ദേഹം ഈ കോൺട്രാക്ടർക്ക് കൈമാറാൻ, പണിയുടെ പുരോഗതിക്കനുസരിച്ച് കൈമാറാൻ വേണ്ടി എൻ്റെ അക്കൗണ്ടിലേക്ക് അദ്ദേഹം അയച്ചു. ഈ സംഭവം നടക്കുന്നത് 2008-09 ഞാനത് കൃത്യമായിട്ട് കോൺട്രാക്ടർക്ക് കൊടുത്തു. ആ വർഷത്തെ എൻ്റെ ഇൻകം ടാക്സ് റിട്ടേണിൽ ഇദ്ദേഹം എനിക്ക് അയച്ച പൈസ കാണിച്ചില്ല. കാരണം അതിൻ്റെ ആവശ്യം
ആശയമില്ല, അത് വരണു, ഞാൻ കൊടുക്കണു. പക്ഷേ എന്നെ 20 തവണയാണ് ഇവിടുത്തെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടത്തിയിരിക്കുന്നത്. ആ പൈസ എത്ര 9 ലക്ഷം രൂപ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും വീണ വിജയന് വരുന്നില്ല എന്നുള്ള കാര്യം ഞങ്ങളെപ്പോലുള്ളവർക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ ശ്രീ അസ്കർ. ഒരു കാര്യം മാത്രം, KSIDC എന്ന് പറയുന്ന സ്ഥാപനത്തെ മറയാക്കിക്കൊണ്ട് ഞങ്ങളുടെ കരിമണൽ, ഞങ്ങൾക്ക് കോടികൾ കിട്ടാവുന്ന കരിമണൽ ഒരു CMRL എന്ന് പറയുന്ന കമ്പനിക്ക് കൊള്ള ചെയ്യാൻ വേണ്ടിയിട്ട് ഈ KSIDC അനുവദിക്കുകയും അതിനെ ഇവിടുത്തെ ഭരണകക്ഷിയുടെ സ്വാധീനം നേടാൻ വേണ്ടിയിട്ട് ഈ വീണ വിജയനെ ഒരു പാലമാക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ഉത്കണ്ഠ ഞങ്ങൾക്കുണ്ട്. പക്ഷേ അതുകൊണ്ട് ഇന്നിപ്പോൾ കർണാടക ഹൈക്കോടതിയുടെ വിധി കൊണ്ട് അത് സാധിക്കുമെന്ന് ആര് പറഞ്ഞാലും, ശ്രീ ഷാബു പ്രസാദ് ഭംഗ്യന്തരേണ പറഞ്ഞ കാര്യത്തിന് ഷാബു പ്രസാദിനും കൂടി ഒരു മറുപടി പറയുകയാണ്. ഈ ഇംഗ്ലണ്ടിലെ തെരുവോരം അല്ലെങ്കിൽ ലക്ഷങ്ങളല്ല കോടികൾ, ഇന്ത്യയുടെ കോടികൾ ഒരു പിടി മണ്ണിനുള്ള സ്ഥലത്ത് വിജയ് മല്യയെ വിലസുമ്പോഴും നീരവ് മോദി വിലസുമ്പോഴൊക്കെ അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യ ഭരിക്കുന്ന ഇപ്പോഴത്തെ സർക്കാരിനെ അവരെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അത്തരത്തിൽ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഫ്രോഡ് നടത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം കൂടി അങ്ങ് മനസ്സിലാക്കണം. ഒരു ബാലകൃഷ്ണപിള്ള ഇവിടെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് കേവലം 21 ദിവസമാണ്. അദ്ദേഹം എവിടെ കിംസ് ആസ്പത്രിയിലെ ജയിലാക്കി മാറ്റിയ മുറിയിൽ താമസിച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട് സാർ, ജനങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട്. ഇതിൽ നിങ്ങളുടെ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് ഈ വീണ വിജയൻ്റെ കാര്യത്തിൽ ലാവ്ലിൻ കേസ് പോലുള്ള ഒരു ഉരുണ്ടുകളി നടത്തുമോ എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങേയറ്റം അത്തരത്തിലുള്ള സംശയം ഉയരും. 6 മാസം മുതൽ 8 മാസം വരെയാണ് അന്വേഷണത്തിന്റെ കാലാവധി. അതായത് പൊതു തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയാണ് അന്വേഷണം. ഈ 6 മാസം ഈ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ സമിതിയുടെ അന്വേഷണം, 8 മാസം SFIOയുടേതും. അപ്പോൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ലേ, അഡ്ജസ്റ്റ്മെന്റ് അല്ലേ എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും ഉയരും. അല്ല, രാഷ്ട്രീയ കാര്യം വീണ എന്ന് പറയുന്നത് സംസ്ഥാന മുഖ്യമന്ത്രിയായ CPM നേതാവായ പിണറായി വിജയന്റെ മകളാണ്. അപ്പോൾ ഇതുപോലെയുള്ള അന്വേഷണങ്ങൾ നടത്തുമ്പോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ അകത്ത് രാഷ്ട്രീയ എതിരാളികൾ രാഷ്ട്രീയമായി ഉപയോഗിക്കില്ലേ? ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് എന്ന മറു ആരോപണം അവരിൽ നിന്നും വരും. അതൊക്കെ ഇതിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഇതിനൊരു കാരണം ഉണ്ടാക്കിയത് ആരാണെന്ന്. എന്തായാലും ശൂന്യതയിൽ നിന്നുണ്ടായ സാധനമൊന്നുമല്ലല്ലോ. ഹസ്കർ ഇവിടെ ഇരുന്ന് നിയമത്തിന്റെ നൂലാമാലകൾ കീറി പറഞ്ഞുകൊണ്ട് SFIOയ്ക്ക് അതിനുള്ള അധികാരമില്ല, അവകാശമില്ല എന്ന് ഇവിടെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇപ്പോഴും സിമ്പിളായിട്ട് ചോദിക്കുന്നത്, ഈ അന്വേഷണത്തിനെതിരെ എന്തിനാണ് നിങ്ങൾ ഈ കോടതിയിൽ പോകുന്നത്? എന്തിനാ? അന്ന് നടക്കട്ടെന്നേ. ഇവിടെ ഇവരുടെ പിണറായി വിജയന്റെ സമീപിച്ചല്ലേ തീരൂ. ഒരേ സമയം 2 അന്വേഷണം നടക്കുമ്പോൾ അത് ചോദ്യം ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ട് എക്സാലോജിക്കിനും വീണ വിജയനും കോടതിയെ സമീപിച്ചേ പറ്റൂ. ഒരു വ്യക്തിയും ആ വ്യക്തിയുടെ കമ്പനിയുമാണ്. ഒരു അന്വേഷണത്തിനെയും ഭയമില്ല, ഏത് ഏജൻസിയെയും നേരിടാൻ ഞങ്ങൾക്ക് ഭയമില്ല, ഞങ്ങളുടെ അതുകൊണ്ട് നേരിടുമെന്നാണ്, രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നാണ്. ഞാൻ AK ബാലനെ അനുകൂലിക്കുകയല്ല, അതല്ല പറഞ്ഞ, അതാണ് CPM പറയുന്നത്, രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന്. അത് ഞാൻ ചോദിക്കുന്ന അതല്ല മഞ്ജുഷേ. അന്വേഷണത്തിനെ ഭയമില്ല എന്ന് പറഞ്ഞവർ എന്തിന് അന്വേഷണത്തിനെതിരെ കോടതിയിൽ പോകുന്നു? ആ വളരെ ലളിതമാണ് ആ ചോദ്യം. ആര് വന്ന് ഇനിയിപ്പം നാളെ സ്കോട്ട്ലൻഡ് യാർഡോ CIAയോ വന്ന് അന്വേഷിച്ചാലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല എന്ന് പറഞ്ഞ് ഈ വാരിക്കുന്തത്തിന്റെ നടുവിലൂടെ നടന്ന ആ ധൈര്യമായിരുന്നല്ലോ ഇവർ കാണിച്ചിരുന്നത്. ഉണ്ടാകുമെന്ന ഭയം സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ ശ്രീ ഷാബു പ്രസാദ്. അങ്ങനെ ഒരു ഉപദേശം കൊടുക്കേണ്ട, ഈ കോടതിയിൽ പോകേണ്ട എന്ന്. കാരണം അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ള ഭയം ഉണ്ടാകുമല്ലോ. മാത്രമല്ല SFIOയുടെ കേസ് അതിന്ന് ഇന്ന് കോടതിയിൽ പറയുകയുണ്ടായി, SFIOയുടെ അഭിഭാഷകർ ഇന്ന് കോടതിയിൽ പറയുകയുണ്ടായി, UAPA പോലെയാണ് SFIO കാര്യങ്ങൾ നീക്കുന്നത്, ഇതിൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് സംശയിക്കുന്നു. ഇക്കാര്യങ്ങളൊക്കെ ഇന്ന് ഞാൻ ചോദിക്കുന്നതല്ല. അപ്പോ ഇവർക്ക് അറസ്റ്റിനെ ഭയമുണ്ട്, അന്വേഷണത്തിനെ ഭയമുണ്ട്. എന്തായാലും തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല. എൻ കൈകൾ ശുദ്ധമാണെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടോ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ ജയിലുകളൊക്കെ കുറെ കണ്ടതാണ്, ഞങ്ങൾ വാരിക്കുന്തങ്ങൾ കുറെ കണ്ടതാണ് എന്നാണല്ലോ ഇവർ പറയുന്നത്.
പിന്നെ എന്തിനാണ് ഇവർക്ക് ഈ അറസ്റ്റിനെ പേടി? അയ്യോ UAPA പോലെയാണ്, ഞങ്ങളെ പിടിച്ച് അകത്തിടുവേ, പിന്നെ പുറംലോകം കാണാൻ പറ്റില്ലേ, അയ്യോ മോദി ഞങ്ങളെ കൊല്ലുവേ തിന്നുവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇവർ ഈ കാലുവെന്ത നായെ പോലെ നിലവിളിച്ചുകൊണ്ട് കോടതികൾ തോറും ഇങ്ങനെ പാഞ്ഞു നടക്കുന്നത്? വളരെ സിമ്പിളല്ലേ, ഇതിന് വളരെ ലളിതമല്ലേ ഇത് മഞ്ജുഷ ഈ കാര്യങ്ങൾ? ഇതിൽ കൂടുതൽ ഇവരുടെ പ്രവർത്തികൾ തന്നെ, ഇവരുടെ പ്രവർത്തികളും ഇവരുടെ പ്രതികരണങ്ങളും തന്നെ ഇതിൻ്റെ ഉത്തരമാണ്. വളരെ ക്ലിയറാണത്. ഇപ്പോഴും ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഇപ്പം നമ്മൾ കേരള ജനത കാത്തിരിക്കുന്നത്, എല്ലാവരും ചോദിക്കുന്ന ആ ചോദ്യത്തിന് ഉത്തരം നൽകിയാൽ ഇവിടെ കഴിഞ്ഞു. നിങ്ങൾ എന്ത് സേവനത്തിനാണ് 1.8 crore വാങ്ങിയത് എന്ന ആ ചോദ്യത്തിന് ഇവർ ഉത്തരം തരാത്ത കാലത്തോളം ആ ചോദ്യം ഉണ്ടാവും. വിൻഡോസും എക്സലും ഒക്കെ കൊടുത്തതിനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല. വളരെ കൃത്യമായി എന്ത് സേവനമാണ് നിങ്ങൾ കൊടുത്തത്? ഈ ഇത്ര വലിയ ഒരു പ്രതിഫലം വാങ്ങാനുള്ള എന്ത് സേവനമാണ് നിങ്ങളുടെ കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങൾ ആ പണം വാങ്ങിയത് എന്ന ആ ഒരു ലളിതമായ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതോടെ ഈ പരിപാടി തീർന്നു. പക്ഷേ അവിടെ നിന്ന് ഇവർ ഒളിച്ചോടിക്കൊണ്ടേയിരിക്കുന്നു. ആരോപണങ്ങൾക്ക് പുറകെ ഞങ്ങളെ വേട്ടയാടുന്നു, മോദി വേട്ടയാടുന്നു, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയമായി വേട്ടയാടുന്നു. ഇതൊന്നും അതെല്ലാം അവിടെ തീരുമല്ലോന്നേ. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ, ഷാബു ചോദിക്കുന്നത് എന്തിന് കോടതിയിൽ നിന്ന് കോടതികളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇന്ന് കോടതിയിൽ അരവിന്ദ് P. ദത്താറാണ് ഹാജരായത് എക്സാലോജിക്കിന് വേണ്ടി. കോടതി ചോദിച്ചിരുന്നു അദ്ദേഹത്തോട്, വാട്ട് വാസ് ദ ഒബ്ജക്ഷൻ ടു ദ SFIO പ്രോബ്? ദത്താർ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് മോർ ഡ്രാക്കോണിയൻ ആൻഡ് ലൈക്കൻഡ് ഇറ്റ് ടു ദ UAPA. അണ്ടർ ദ SFIO പ്രോസസ് ദർ ക്യാൻ ബി അറസ്റ്റ് ഓഫ് പേഴ്സൺസ് ആൻഡ് അറ്റാച്ച്മെൻറ്റ് ഓഫ് പ്രോപ്പർട്ടീസ്. അപ്പോൾ ഭയപ്പെടുന്നുണ്ട് SFIO അന്വേഷണത്തെ. മഞ്ജുഷേ, വളരെ ശ്രീ ഷാബു പ്രസാദിന്റെ ചോദ്യത്തിന് വളരെ ലളിതമായ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യ ഇന്നുവരെ സംഘപരിവാറിന് തീരെഴുതപ്പെട്ടു നൽകിയിട്ടില്ലെന്ന ബോധ്യമെങ്കിലും അറ്റ്ലീസ്റ്റ് അങ്ങേക്കുണ്ടാവണം. ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്ക് മൂല്യങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്ന ജനാധിപത്യ ബോധമുള്ള ഒരു ജനത ഇന്ത്യയിൽ ഇന്നുമുണ്ട് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് കോടതികൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ഒരു അന്വേഷണം നടത്തുമ്പോൾ ആ അന്വേഷണത്തിന്റെ പാളിച്ചകളെയും അന്വേഷണത്തിന്റെ ദുരുദ്ദേശങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്നതിന് നീതിന്യായ വ്യവസ്ഥയിൽ കോടതികളെ മാത്രമേ നമുക്ക് സമീപിക്കാനാവൂ. അത്തരത്തിൽ കോടതികളെ സമീപിക്കുമ്പോൾ ആ കോടതി വ്യവഹാരങ്ങളിലെ ഏതെങ്കിലും ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ എന്തിനു കോടതിയിൽ പോകുന്നു എന്ന ചോദ്യമല്ല. കോടതിയാണ് ജനാധിപത്യത്തിന്റെ ഒരു നെടുന്തൂണായി നിലനിൽക്കുന്നത്. അങ്ങനെ ജുഡീഷ്യറിയിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ ഒരു പൗരൻ അല്ലെങ്കിൽ ഒരു പൗര എന്ന നിലയിൽ ശ്രീമതി വീണ തൈകണ്ടി അത്തരത്തിൽ ഒരു ഉദ്യമത്തിന് തയ്യാറെടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കോടതികളെ ബോധ്യപ്പെടുത്താനാവില്ല. ഇത്തരം ഒരു അന്വേഷണത്തിന്റെ നിയമപരമായ സാധ്യതകളെ കോടതിയിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനാവില്ല എന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ ചോദ്യം ഇപ്പോൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിന് ശ്രീമതി വീണ തൈകണ്ടി കോടതിയിൽ പോയി എന്നുള്ളത്. അവിടെയാണ് കോടതികളുടെ സൂര്യശോഭയാർന്ന പ്രസക്തി നിലനിൽക്കുന്നത് എന്നതെങ്കിലും ഇക്കാര്യത്തിൽ ബോധ്യപ്പെടണം. മാത്രമല്ല, SFIO പോലുള്ളൊരു അന്വേഷണം, ആ അന്വേഷണത്തിന്റെ നീരാളിപ്പിടുത്തം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഏതൊരു വ്യക്തിയെയും ആ വ്യക്തിയെ തീരുമാനമാകുന്നതുവരെ ജയിലിലിടുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമപരമായ അധികാരമുണ്ട്. മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ അന്വേഷണ ഏജൻസികളെയും SFIO എൻക്വയറി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ EDയും CBIയും അടക്കമുള്ള മുഴുവൻ അന്വേഷണ ഏജൻസികളും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരുന്ന അന്വേഷണത്തെ മരവിപ്പിക്കുകയും ആ ഇന്ത്യയിലെ മറ്റു അന്വേഷണ ഏജൻസികളുടെ സഹായം SFIOയ്ക്ക് തേടുന്നതിന് നിയമപരമായി അധികാരമുള്ള ഒരു സ്ഥാപനമാണ്. അപ്പൊ സ്വാഭാവികമായും ഏതു വഴിക്കും ഒരു വ്യക്തിയെ കടന്നാക്രമിക്കുകയും വേട്ടയാടുന്നതിനും SFIOയ്ക്ക് കഴിയും എന്നുള്ളിടത്താണ് ഒരു വ്യക്തി അത് ഭയപ്പാടോടുകൂടി കാണുന്നത്. ഇതൊരു രാഷ്ട്രീയ വേട്ടയാടലാണെന്ന് ഉള്ളത് കൂടി കൊണ്ടാണ്. ശരി, MK ഹരിദാസ്, ശ്രീ ഹസ്കർ പറഞ്ഞതാണ് അതിനകത്ത് ഒരു പ്രാധാന്യമുള്ളത്, ഈ നിയമ പോരാട്ടത്തിന്റെ പ്രാധാന്യം. നേരത്തെ
താങ്കൾ ചോദിച്ചിരുന്നു SFIO അന്വേഷണം വന്നാലും എന്ത് പ്രയോജനം, ഒരു പിഴയിൽ തീരില്ലേ എന്നൊക്കെ. പക്ഷേ ഈ കേസ് അന്വേഷണത്തിൻ്റെ സമയത്ത് അറസ്റ്റ് ഉണ്ടാകുവാനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട്. മുൻപും അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അന്വേഷണം തീരുന്നതുവരെ ജയിലിൽ കിടക്കേണ്ട അവസ്ഥയുണ്ടാവാം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഈ നിയമ പോരാട്ടത്തിനായി ഇറങ്ങിത്തിരിക്കുന്നത്. അതാണ് എക്സാലോജിക്കിൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ ഇവിടെ വായിച്ചത് എക്സാലോജിക്കിൻ്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയെ അറിയിച്ചതാണ്. അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട്. ഈ അന്വേഷണം അത് ഈ UAPAക്ക് സമാനമായ രീതിയിലാണ് നടത്തുന്നത് എന്നൊക്കെ. ഒരു ഘട്ടത്തിൽ SFIOയോട് കോടതി ചോദിച്ചിരുന്നു, നേരത്തെ ഒരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, നേരത്തെ പ്രഖ്യാപിച്ച അന്വേഷണം ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യുമെന്ന്. അവിടെ SFIO പറഞ്ഞിരുന്നു, ആ അന്വേഷണം നടക്കട്ടെ, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്യുമെന്ന്. അപ്പോൾ ഏത് അന്വേഷണ ഏജൻസിക്കും SFIOയെ സഹായിക്കണം, അങ്ങനെയാണ് നിയമം. അതുകൊണ്ട് തന്നെ ഭയപ്പാട് സ്വാഭാവികമാണ്. നിയമ പോരാട്ടം നടത്തേണ്ടി വരും. ഹസ്കറിൻ്റെ ആ പോയിന്റിനോട് താങ്കൾ എങ്ങനെ കാണുന്നു, ആ പോയിന്റിനെ? അസ്കറിൻ്റെ പോയിന്റിനോട് എനിക്ക് യോജിക്കാനും വിയോജിക്കാനും പറ്റില്ല. MK ഹരിദാസ് ഇത്തരത്തിലുള്ളൊരു കേസിൽ പെട്ടിട്ട് MK ഹരിദാസ് ഇത്തരത്തിൽ കോടതിയെ സമീപിച്ച അസ്കർ ഇങ്ങനെ ഇരുന്ന് പറയുമോ ശ്രീ മഞ്ജുഷ്? പറയില്ല. അസ്കറിന് ഈ വിഷയത്തിൽ ഇതിലത്തെ ഇപ്പം നമ്മൾ പ്രതിസ്ഥാനത്ത് കാണുന്ന വീണ വിജയനെ ന്യായീകരിക്കേണ്ടത് അസ്കറിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് അസ്കർ അങ്ങനെ പറയുന്നു. അസ്കറെ ഉപ്പ് തിന്നവനല്ലേ വെള്ളം കുടിക്കുള്ളൂ. നിങ്ങൾ പറയുന്നു ഞങ്ങൾ നിയമപരമായിട്ടാണ് മേടിച്ചതെന്ന് കോടതിയിൽ ബോധ്യപ്പെടുത്തിയാൽ കഴിഞ്ഞില്ലേ? എവിടെ അറസ്റ്റ്, എവിടെ ജയിലിൽ കിടക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? ഒരാളും അങ്ങനെയാണെങ്കിൽ ജയിൽ വെറുതെ കിടക്കുന്ന ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ജയിലിലിടുക. MK ഹരിദാസിനും മഞ്ജുഷിനും കിട്ടാത്ത പരിരക്ഷ എന്തിനാണ് വീണ തൈക്കണ്ടിക്ക്, ഞാൻ വീണ വിജയൻ എന്ന് ഞാനും പറയണില്ല, വീണ തൈക്കണ്ടിക്ക് കിട്ടേണ്ടത്? ഒന്നുമില്ല. ഇത്തരം ഒരു കേസിൽ പെട്ട ശേഷം രണ്ട് കൈകളും പൊക്കിക്കൊണ്ട് ഈ കൈകൾ ശുദ്ധമാണ്, ഇത്തരത്തിലുള്ള എന്താണ് പറയേണ്ടത്, പേടിപ്പെടുത്തലൊന്നും ഞങ്ങളോട് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് തേഞ്ഞു മാഞ്ഞു പോകുന്നൊരു പ്രശ്നമല്ല ഇത്. നമ്മളിപ്പോൾ കേരളത്തിലെ ജനങ്ങളെ മാത്രം ആസ്പദമാക്കി പറഞ്ഞാൽ ഈ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയണം എന്ന് സേവനം നൽകിക്കൊണ്ടാണ് ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ മറയാക്കിക്കൊണ്ട് ഒരു CMRL എന്ന് പറയുന്ന കമ്പനി ഇവർക്ക് ഈ പണം കൊടുത്തിരിക്കുന്നതെന്ന് അറിയേണ്ടത് ആവശ്യമാണ്. അതിന് അന്വേഷണം നടക്കട്ടെ. ഉപ്പ് തിന്നവനല്ലേ വെള്ളം കുടിക്കണ്ടു എന്നുള്ളത് നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ട്. മടിയിൽ കനമില്ലെങ്കിൽ വഴിയിൽ ഭയം എന്തിനാണ്? കോടതിയെ കാര്യങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട് അഗ്നിശുദ്ധി വരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ, ഞങ്ങളെ സംസ്ഥാനം ഭരിക്കുന്ന മറ്റൊരു മന്ത്രിയുടെ മകൾ വിശുദ്ധയായിട്ട് അഗ്നിശുദ്ധി വരുത്തിക്കൊണ്ട് പുറത്തേക്ക് വരട്ടെ. സീസറിൻ്റെ ഭാര്യ പരിശുദ്ധയായിരിക്കട്ടെ. ഞങ്ങൾക്കും അത് തന്നെയാണ് ആഗ്രഹം. പക്ഷേ അതിന് നിങ്ങൾ ആദ്യം പറഞ്ഞ ന്യായീകരണങ്ങൾ ശ്രീ ഷാബു പ്രസാദും ഞാനും പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഏത് അന്വേഷണത്തെയും തടസ്സപ്പെടുത്തില്ല എന്നുകൂടി ഒരു മുൻ മന്ത്രി മൈക്കിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തടസ്സപ്പെടുത്തുമാറ് നിങ്ങൾ കോടതിയിൽ പോയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്തരത്തിൽ പറയേണ്ടി വരുന്നത്. ഇവിടെ പൗരൻ്റെ ഏറ്റവും വലിയ അവകാശമാണ് എന്ത്, കോടതിയെ സമീപിക്കുക എന്നുള്ളത്. ഇത്തരത്തിൽ നമ്മുടെ അന്വേഷണ ഏജൻസികളിൽ നിന്നും നീതിപൂർവമല്ലാത്ത യാതനകൾ നിറഞ്ഞ അന്വേഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കാൻ വേണ്ടി കോടതിയെ സമീപിക്കണം. പക്ഷേ കോടതിയിൽ നിന്നും നിങ്ങൾക്ക് എതിരായ വിധിയാണ് വരുന്നതെങ്കിലും ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞ മാതിരി പരിശുദ്ധമായ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഉയർന്നു നിൽക്കുന്ന നീതിബോധത്തെ താങ്കൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അതേസമയം എതിരായിട്ടുള്ള വിധി വന്നു കഴിഞ്ഞാൽ ബൂർഷ്വാ കോടതി എന്ന് പറയാനുള്ള അവസരം താങ്കൾ ഉണ്ടാക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നന്ദി ശ്രീ MK ഹരിദാസ്, നന്ദി ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ, ശ്രീ ഷാബു പ്രസാദ്. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു, SFIO അന്വേഷണം തടയാൻ വീണ വിജയന് കഴിയുമോ? കഴിയുമെന്ന് 16% പ്രേക്ഷകർ മാത്രം, കഴിയില്ല എന്ന് 81%, നിഷ്പക്ഷം 3%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ